ഈ ഒരു വലിപ്പമുള്ള ഷവൽ നോസ്. അപ്പോൾ അതിൻ്റെ മുകളിൽ അപ്പോൾ നമ്മൾ അരാപ്പായ്മ അതിൽ കുടുങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും പേടിയാണ്, എന്നാ പേടിക്കാതിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അലിഗേറ്റർ കാറിനെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അടിഭാഗം നല്ല ക്യാമറ അടിഭാഗം നല്ല രസമാണ്, കണ്ടോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് അങ്ങാടിപ്പുറം. നമ്മളെ ഹാൻസ് അക്വാ ഫാമിൻ്റെ മൂന്നാമത്തെ വീഡിയോയ്ക്ക് നമ്മൾ എത്തി. അപ്പോൾ തനിക്ക് മൂന്നാമത്തെ വീഡിയോ കാരണം നമുക്കൊരു പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആയിരുന്നു അല്ലേ? അതെ അതെ. കാരണം ഇവിടെ വലിയൊരു പോണ്ട് ഇന്ന് വറ്റിക്കുന്ന ദിവസമാണ്, വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ആ വറ്റിക്കുന്നൊരു വളരെയധികം പ്രത്യേകത ഒന്നുള്ളതാണ്. അതിൽ അരാപ്പായും ഉണ്ട് അല്ലേ? അതിനകത്ത് 1-2 മോൺസ്റ്റർ ഫിഷുകളൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാം പ്രതീക്ഷയിലാണ്. വലിപ്പം ഉണ്ട്, നമുക്ക് നോക്കുകയും ചെയ്യാം. പിന്നെ ഇന്ന് വേറെ പ്രത്യേകത ഉണ്ട്. നമ്മളെ ഹാനസ് ചേട്ടൻ്റെ കുട്ടികൾ മക്കളുണ്ട്. ഇവർ ആരുണ്ടാളും ഇവര്? അത് പെങ്ങളുടെ മക്കളാണ്. ജോഹൻ അതിന് പേര്. ഈ 3 മക്കൾ നമുക്ക് ഇനി വേറെ വീഡിയോ വരുന്നാലും പരിചയപ്പെടാൻ. മോളെ പേരെന്ന് പറഞ്ഞ ഇവാനിയ, ഇഷൽ. അപ്പോൾ ജേഴ്സി ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടല്ലോ. അതെ അതെ. ഇത് ശരിക്കും നമ്മൾ ഒരു കൂട്ടായ ഒരു പരിപാടിയാണ് നമ്മുടെ ഈ മീൻപിടുത്തം എന്ന് പറയുന്നത്. സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും കൂടിയാണ്. അപ്പോൾ അവരെല്ലാം വഴിയെ പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും ഒരു ആഘോഷമാക്കി ആണ് ഈ ഒരു കുളത്തിന്റെ മീൻപിടുത്തം. അത് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. കാരണം വർഷത്തിൽ ഒരു തവണ ആ കുളം പിടിക്കാറുള്ളൂ. ഒരു വർഷമായി നമ്മൾ ആ കുളം നോക്കിയിട്ട്. ഒരു 8-9 മാസം മുകളിലായി ഇപ്പം അത്. അപ്പോൾ കുളപ്പം വറ്റിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മോട്ടോർ വെച്ച് വറ്റിച്ചുകൊണ്ടിരിക്കുക. രാവിലെ 7 തുടങ്ങി വറ്റിക്കില്ല അല്ലേ? അതെ അതെ, നേരത്തെ തന്നെ മോട്ടോർ വെച്ചതാണ്. അപ്പോൾ ജേഴ്സി ഇതായിട്ട് നമ്മളിന്ന് തയ്പ്പിച്ചാണ് ഇപ്പോൾ അത്. അതെ അതെ, നമ്മൾ ഒരു ടീം കാണിക്കാൻ വേണ്ടി. അതെ അതെ. അപ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണ്. അപ്പോൾ അവരെ കുടുംബം മൊത്തം ഇന്ന് വന്ന് ആ ഒരു കുളത്തിലുള്ള ആ ഒരു ഫിഷിനെ വറ്റിച്ച് ആ ഫിഷ് കഴിക്കുന്നുണ്ട് നമ്മളല്ലേ? അതെ അതെ, ഫ്രഷ് മീനിന്റെ ഒരു ടേസ്റ്റോടെ അറിയിക്കാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അരാപ്പായ്മ ഏകദേശം ഒരു 4 അടി 5 അടി വലിപ്പമുള്ള അരാപ്പായ്മ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ ഒരു കുളത്തിലേക്ക് എത്തി. അപ്പോൾ കുളം ഇപ്പോൾ രാവിലെ 7:00 വറ്റിക്കാൻ തുടങ്ങിയതല്ലേ? 2 മോട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 90% വെള്ളം പോയി. പക്ഷേ ഇവിടെ വെള്ളം വലിയ ബേസിൽ ഇട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ അരാപ്പായ്മേനെ പ്രതീക്ഷയിൽ തന്നെയാണ്. വലിയൊരു അപ്പോൾ അരാപ്പായ്മ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വലിയൊരു ബേസിന് ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം 4 അടിയൊക്കെ ആണെങ്കിൽ നമുക്ക് പിടിക്കുന്നത് കുറച്ച് റിസ്ക് ഉണ്ടല്ലേ? നെറ്റിൽ കിട്ടില്ലല്ലോ, അതൊരു പെടച്ചിലുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കിട്ടുകയാണെങ്കിൽ എന്തായാലും നെറ്റിൽ റോൾ ചെയ്തെടുക്കണമെന്നുള്ളൊരു ഇതാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളവർ പറഞ്ഞേക്കണേ. റോൾ ചെയ്ത് പിന്നെ അലിഗേറ്റർ ഉണ്ടല്ലേ? അലിഗേറ്റർ പിന്നെ കഴിക്കാൻ പറ്റുന്ന മീനുകളുണ്ട്. തിലാപ്പി ഐറ്റങ്ങൾ ആണ് മെയിനായിട്ടും അതിൽ വിട്ടിരുന്നത്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കിട്ടും. അതെ അതെ. ഇത് പ്രത്യേകിച്ച് ഈ കുളം എന്ന് വെച്ചാൽ നല്ല ചെളിയുള്ളൊരു കുളമാണ്. സാധാരണ കുളങ്ങളിൽ നിന്നൊക്കെ ചെളിയുണ്ട്. പിന്നെ പഴയ മരങ്ങൾ, വർഷങ്ങൾക്ക് മുന്നേ ഉള്ള മരത്തിന്റെ കുറ്റികളൊക്കെ ഉള്ളൊരു കാലൊക്കെ ശ്രദ്ധിച്ചേണ്ട ഒരു കുളമാണ്. അപ്പൊ നോക്കിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾക്ക് ആ ഒരു കുളം ഏകദേശം വറ്റാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നേരത്തെ അരാപ്പായ്മനെ കണ്ടു എന്നപ്പോൾ പറയണത്. പക്ഷെ നല്ല ചളി ഉണ്ടായതുകൊണ്ട് നമുക്കതേ കാണാൻ ഒരു മാർഗവുമില്ല. എന്തായാലും അതിക്ക് ഇറങ്ങന്നെ വേണം. ഇറങ്ങിയിട്ട് വേണം വലിയ നെറ്റ് എടുത്തിട്ട് അതിനെ പൊതിഞ്ഞ് വേണം കൊണ്ടുവരാൻ. അപ്പോൾ അതിൽ അലിഗേറ്ററും കാറും ഉണ്ട്. അതിൽ അതൊരു പീസ് നമ്മൾ നേരത്തെ കണ്ടു. എന്നാലും കുറച്ച് നേരത്തെ ഒരു പണീൻ്റെ ഇവിടെ ഉണ്ട്. അതിൽ നമ്മൾ എഡിബിൾ ഫിഷുകളും അതിൽ കിടക്കുന്നുണ്ട് ഒരുപാട്. ചെറിയ ഫിഷുകളൊന്നുമില്ല, ചെറിയ ഫിഷൊക്കെ അതിലുള്ള മോൺസ്റ്റർ ഫിഷുകൾ കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒന്നും കൂടി വെള്ളം വറ്റിയിട്ട് നമുക്ക് കോരി നോക്കാം. അപ്പോൾ ജേഴ്സി ഇവിടെ ഒരു 10-14 ജേഴ്സി അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുകയാണ്. എന്താ മക്കളെ അതിൻ്റെ പേര്? എന്താ പേര്? ഹാൻസ്. അപ്പോൾ നല്ല അടിപൊളി ജേഴ്സി, നല്ല കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വർഷത്തിലൊരിക്കലും നടക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതിവിടെ ഒരു ആഘോഷം രീതിയിലാണ് അവരുടെ കുടുംബങ്ങൾ മൊത്തം അവർ വന്നിട്ട്. അപ്പോൾ എന്തായാലും അപൂർവമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുള്ളൂ. ഇങ്ങനെ ജേഴ്സിയൊക്കെ അടിച്ചിട്ട് ഒരു ഫാമിലി അവരെ മക്കളും ഒക്കെ വന്ന് ആ കുളം വറ്റിച്ച് അതിലുള്ള മത്സ്യങ്ങളെ കഴിച്ച് തിന്ന് ഒക്കെ ഒരു രസം തന്നെയാണ്. അപ്പോൾ നമുക്കൊരു പുതിയ അനുഭവം തന്നെ ആയി പോയത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം നമുക്ക് അതിലുള്ള തിലാപ്പികളുണ്ട്. റെഡ് തിലാപ്പികളൊക്കെ വലിയ സൈസിലായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതിനെയാണ് നമ്മൾ നെറ്റിൽ ആദ്യം കോരാൻ പോകുന്നത്. അതിന് കുറേ ഡ്രമ്മുകൾ ഒരു വലിയ ഡ്രമ്മിൽ ഇതൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെയൊക്കെ നമുക്ക് തിലാപ്പികൾ ഇറക്കിയതിന് ശേഷം നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് അരാപ്പായ്മനെ പിടിക്കാം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് പിടിക്കും ചെയ്യാം. പക്ഷേ അരാപ്പായ്മനെ കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്, കുറച്ചുകൂടി വെള്ളമുണ്ട്, അതുകൂടി മാറ്റാനുണ്ട്. ഇപ്പോൾ ഉള്ള നമുക്ക് ആ തിലാപ്പിനെയാണ് പിടിക്കാൻ നോക്കുന്നത്. അതിന് 5-6 ഡ്രമ്മുകൾ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ പിടിച്ച് നോക്കാം. കാരണം ആ തിലാപ്പിനെ കിട്ടിയിട്ട് വേണം നമുക്കത് വെച്ച് പൊള്ളിച്ച് കഴിക്കാൻ.
അപ്പോൾ നമ്മൾ തുടങ്ങായിട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ തിലാപ്പിനെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ വലിയ വലിയ ഡ്രമ്മിൽ ഇപ്പോൾ ഐക്കിനെ ഇറക്കുകയാണ്. അപ്പോൾ ഈ വലിയ ഈ നെറ്റ് ഇതിലാണ് കോരുന്നത്, ഇതിലാണ് കോരുന്നത് അല്ലേ? ഒന്നിച്ചാൽ അവിടെ നിന്ന് വലിച്ചു എടുത്ത് കൊണ്ടുവരും. ഒരു 10-200 പീസ് ഉണ്ടാവില്ല അതിൽ ഒക്കെ വലിയ വലിയ ഈ സൈസായിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. കട്ട് ചെയ്തോ. ഒരു കോരലാണ് നമുക്ക് ആ ഒരു തിലാപ്പികളെ കിട്ടിയിട്ടോ. എന്താ ഓ അതേതാണ് കട്ടില. ഓ അപ്പോൾ വലിയൊരു മത്സ്യത്തിന് നമുക്ക് അതിൽ കിട്ടിയ കട്ടില. ഓ ഓഫായിക്കോ, ഫൈനത് ഓഫായിക്കോ. അപ്പോൾ അതിന്നിപ്പോൾ ഒരൊറ്റ വലുതിനെ ഇപ്പോൾ കിട്ടിയത് ഏകദേശം ഒരു 10 കിലോൻ്റെ മേലെ ഉണ്ടാവും. എന്താ ഒരു പേര് പറഞ്ഞു നേരത്തെ, നല്ല കട്ടില, നല്ല സൈസിൽ ആ നെറ്റിൽ കടിച്ച് പിടിച്ചിരിക്കുക നമ്മളെ ഗാറ്. അപ്പോൾ ഇതിനുള്ള ചെറിയ മത്സ്യങ്ങളൊക്കെ ഒഴിവാക്കി. അതാണ് ഡാം ഗോൾഡ്. അത് ഓ അതെന്താ പോണത്? ഷവൽ നോസ്. അത് അതുണ്ടായില്ലേ? ഗാറിന് കറുപ്പിലല്ലേ ഇടണത്? അല്ല ഇവിടെ അല്ലേ ഇടണത് ഗാറിന്? കട്ടി ചെയ്തോ. ആ ഫ്രണ്ട്സ്, നമുക്ക് അലിഗേറ്റർ ഗാറിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് ഇപ്പം ഇന്ന് എത്ര സൈസ് അറിയാൻ പറ്റില്ല. അപ്പോൾ നെറ്റിൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് എടുക്കാം. ഇപ്പോൾ 4 ആൾക്കാർ ചേർന്നിട്ടാണ് ഇപ്പം പിടിക്കുന്നത്. കാരണം നല്ല പവർഫുള്ളാണ് സാധനം. അങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ആ നെറ്റിൽ ചുരുട്ടി പിടിച്ചിട്ട് വേണം അതിനെടുക്കാൻ. അപ്പോൾ അലിഗേറ്റർ കാരനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോവാം. പോന്നോ. അപ്പോൾ അതാണ് ആ അലിഗേറ്റർ കാറ്. ഓ അത് കാണിക്കണ എടുത്തോ. ഞാൻ ഇതിൽ വീഡിയോ എടുക്കണ്ടേ? പോസ്റ്റ് ഔട്ടേ എന്നെ എടുത്തോ വീഡിയോ എടുത്തോ. പിന്നെ പോസ്റ്റ് ഔട്ട് ചെയ്തോ. ഓ അതിൻ്റെ വാലൊക്കെ മുറിഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ വാല് പോയിട്ടുണ്ട്, കടി പിടിച്ചു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 അടിൻ്റെ അടുത്ത് വലുപ്പമുള്ള അലിഗേറ്റർ കാരനാണ് നമുക്ക് അതിൽ നിന്ന് ഇപ്പോൾ കിട്ടിയത്. ഒരു വർഷത്തിൻ്റെ അടുത്ത് പ്രായം ഉണ്ടാവും ഇപ്പം അതിന്. 1 വർഷമല്ല കുളം പറ്റിച്ചിട്ട്. അപ്പോൾ അലിഗേറ്റർ കാറിന് കിട്ടി. ഇനിയൊരു അലിഗേറ്റർ കാറിനോട് ഇനി അതിലുണ്ട് തോന്നുന്നു. പിന്നെ അതിൽ ഷവൽ നോസ് കൂടി നമ്മൾ നോക്കിയപ്പോൾ അതിൽ കണ്ടു. അപ്പോൾ അതും കിട്ടി. അത് വലിയ സൈസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആരാപ്പായ്മ അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് കൂടെ പോയി. അപ്പോൾ അതുകൂടി നോക്കണം നമുക്ക്. ആണോ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അവിടുന്ന് ആരാപ്പായ്മനെ കണ്ടു ആ ചെളിയിൽ കൂടെ. അപ്പോൾ നമ്മൾ അധികം നേരം വെച്ചുകൊണ്ടിരിക്കില്ല. കാരണം അതിൽ ബോഡിയിൽ ചിലപ്പോൾ പരിക്കൊക്കെ പറ്റാനുള്ള സാധ്യത ഉണ്ട്. കാരണം 4 അടിൻ്റെ വലുപ്പമുള്ള സാധനമാണ്. ഒരു വർഷത്തിൻ്റെ ഇത്രയും വില കൂടിയത്. എന്തായാലും ഒരു 50,000 രൂപയുടെ മുതലുണ്ട് ഇപ്പോൾ അവിടെ കിടക്കുന്നത്. അതിപ്പോൾ പോകണം ആ ചളിയിലൂടെ. അതപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ തന്നെ വേഗം പിടിക്കാൻ നോക്കുകയാണ് നമ്മൾ ആരാപ്പായ്മനെ. അതിനുള്ള സംവിധാനമാണ് ഇപ്പോൾ ചെയ്യുന്നത്. വലിയ നെറ്റിലൊക്കെയാണ് കോരിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 4 ആൾക്കാർ 5 ആൾക്കാർ പൈക്ക് ഇറങ്ങണം. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനെടുക്കാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, അവിടെ അതിൻ്റെ ബാക്കിൽ നമ്മളെ ഷവൽ നോസ് പോകുന്നുണ്ട്. ആ ബാക്കിൽ അതാ. അപ്പോൾ നമ്മൾ ആരാപ്പായ്മ അതിൽ കുടുങ്ങിയിരിക്കുകയാണ്. അടിച്ചോ? അതിനിതിലിടണ്ട, അതിന് വേറെ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ആരാപ്പായ്മയിൽ കിട്ടിയതാ. അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് ഷവൽ നോസും കൂടി നമുക്ക് അതിൽ കിട്ടിയിട്ടുണ്ട്.
ഓ എന്താ വലിപ്പം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കാത്തിരുന്ന വീഡിയോ മുതലായി. നമ്മൾ ആരാപ്പയവിനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കാത്തിരുന്ന വീഡിയോ മുതലായി. നമ്മൾ ആരാപ്പയവിനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നല്ല പിടക്കേണ്ടത് അത്. അപ്പോൾ വളരെ നല്ല ടൈറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ അതിനെടുക്കുന്നത്. അപ്പോൾ വലിയ ആ ഡ്രമ്മിലേക്കാണ് നമ്മൾ ആരാപ്പയവിനെ ഇറക്കുന്നത്. ഓ എത്ര വലിയ സൈസായി. അത് ചാടില്ല, ഇനി ചാടില്ല. മൂടണമെന്നോ? അതെ, ഇങ്ങനെ മൂടിയാ പോരാ. ഇത് നിൽക്കില്ല. അവിടെ കയറോളി അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കാത്തിരുന്നതിന് കാര്യമുണ്ടായി. ഏകദേശം 4 അടീൻ്റെ മേലുണ്ട് നമ്മുടെ ആരാപ്പയ്മ. അപ്പോൾ അതിൽ ഇപ്പോൾ ആ നെറ്റ് വെച്ച് മൂടിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ചാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വെള്ളം കുറവാണ്. പിന്നെ വലിയ പോണ്ടിൽ നിന്ന് എടുത്തിരിക്കുകയല്ലേ. അപ്പോൾ അതിന് പേടി ഉണ്ടായതുകൊണ്ട് ചാടാനുള്ള ചാൻസ്. ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലൊക്കെ മുറി പറ്റി കഴിഞ്ഞാൽ ചാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ക്ലിയർ ആയിട്ട് നമുക്കൊന്നിനെ കാണാം. അപ്പോൾ നമുക്ക് അവിടെ ഷവൽ നോസിന് കിട്ടിയിട്ടുണ്ട്, വലിയ സൈസുള്ള ഷവൽ നോസ്. അതും ചെറുപ്പത്തിൽ നിന്ന് ഇട്ടാണ്. നമുക്ക് അതുകൂടി നോക്കി നോക്കാം. ഇനി നമ്മൾ അടുത്ത് വലിയ ഷവൽ നോസിനാണ് കിട്ടിയിട്ടുള്ളത്. അതാണ് നമ്മൾ കയറ്റാൻ പോകുന്നത്. നമുക്ക് നല്ല ക്ലിയറിൽ വെള്ളത്തിൽ ഇടാം. ഒരു ഡ്രം സെറ്റാക്കിയിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ആ ഷവൽ നോസിനെ ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമുണ്ട് ഷവൽ നോസ് അല്ലേ. അതെ, ഈ വലിപ്പം വെച്ചു അല്ലേ. അപ്പോൾ ഒരുപാട് മോൺസ്റ്റർ ഫിഷുകളിൽ ഇട്ടിട്ടുണ്ട്. അടുത്തത് നമ്മളെ ക്ലൗൺ നൈഫാണ് അത് കിട്ടിയിട്ടുള്ളത്. ഡ്രമ്മിൽ ഇതാണ് ക്ലൗൺ നൈഫ്. ഡ്രമ്മിൽ കൊണ്ടുവരും. അപ്പോൾ ഓഫാക്കിയിട്ട് പോകണം. ആ ക്ലൗൺ നൈഫ് ഈ സൈസിലൊക്കെ പോണ്ടിൽ ഇട്ടുകൊണ്ടാണ് ഇത്രയും സൈസിലായി കിട്ടിയത് നമുക്ക് കേട്ടോ. ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും അലിഗേറ്റർ കാരനെ കിട്ടിയിട്ടുണ്ട്. അതും ഏകദേശം നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു സൈസിൽ തന്നെയാണ് തോന്നുന്നു. അതേമാതിരി നമുക്ക് എടുക്കണം. അപ്പോൾ അലിഗേറ്റർ കാരനെ അപ്പോൾ നമുക്കിന്ന് 2 അലിഗേറ്റർ കാരനെ കിട്ടി. ഒരു വമ്പൻ ആരാപ്പയ്മ, പിന്നെ ക്ലൗൺ നൈഫ്, ഷവൽ നോസ്. അപ്പോൾ മോൺസ്റ്റർ ഫിഷ് ഇതിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ല. ഇനിയും ചിലപ്പോൾ ഇതിന് കിട്ടുന്നുണ്ടാവും. നോക്കി നോക്കാം. കാരണം ചെറുപ്പം കുറേ മുമ്പ് ഇട്ടതല്ല. അപ്പോൾ ഏതൊക്കെ ഇട്ടത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് 2 അലിഗേറ്റർ കാറിൽ നിന്ന് കിട്ടി. കേറിക്കൊണ്ടിരിക്കാട്ടോ. ഓക്കെ, ഇല്ല, 2 മാലില്ല. അത് കാറ് തമ്മിൽ കടിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. അപ്പോൾ അടുത്ത ക്ലൗൺ നൈഫിന് രണ്ടാമത്തെ ക്ലൗൺ നൈഫിനെ കിട്ടി. ഒപ്പതാ വീണ്ടും നമുക്ക് ഷവൽ നോസിനെ കിട്ടി. ഒരു ഷവൽ നോസിന് വലിയ ഏകദേശം ഒരു 3 അടിൻ്റെ വലുപ്പമുള്ള ഷവൽ നോസിനെ. ഇതിപ്പോൾ ഏകദേശം 6 വലുപ്പമുള്ള ഷവൽ നോസിനെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഇപ്പോൾ കിട്ടിയ ആ ഷവൽ നോസ് നമ്മൾ നേരത്തെ പിടിച്ച ആ ഷവൽ നോസിൻ്റെ അത്ര വലിപ്പം തന്നെ ഉണ്ട്. അപ്പോൾ അതിലുള്ള മത്സ്യങ്ങളൊക്കെ, ചെറിയ മത്സ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതിന് വേണം അതിനെടുക്കാൻ. പിന്നെ ഒപ്പം ആ ഷവൽ നോസിൻ്റെ ആ ഒരു മുള്ള് ആ ഒരു നെറ്റിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് യാതൊരു പരിക്കും പറ്റാതെ വേണം നമുക്ക് അതിനെടുക്കാൻ. കുറച്ച് പണി തന്നെയാണ് അത് കിട്ടാൻ. ഇല്ലെങ്കിൽ ആ നെറ്റ് മുറിക്കേണ്ടി വരും. എന്താ ഉണർത്തേനെ. ഷവൽ നോസ് കൊണ്ടുവരണത് വലിയ ഈ ഷവൽ നോസ് ഇട്ട് അതിലേക്കാണ് നമ്മൾ ഷവൽ നോസിലിടുന്നത്. വലിയ ആ ഒരു ഡ്രമ്മിലാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത്.
ഓ ആ അത് കുറച്ച് ചെറുതാണ്, അത്രേ ഉള്ളൂ. മറ്റിനേക്കാളും കുറച്ച് ചെറുതാണ്. ഞാനിതൊന്ന് എടുക്കട്ടെ, ശരിയാക്കട്ടെ. ഒന്ന് ബാക്കോട്ടൊക്കെ. അപ്പോൾ അതാ അടുത്ത ഷവൽ നോസ്. ഇത് ഏകദേശം ആ വലിപ്പം തന്നെ ഉണ്ട് നമ്മളെ ഈ ഷവൽ നോസ് എന്ന് പറയുന്നത്. ഇതാണോ ഈ ഒരു വലിപ്പമുള്ള ഷവൽ നോസ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് ആ നെറ്റിൽ കുടുങ്ങിയിട്ട്. അപ്പോൾ ഇതും നല്ല പ്രായം ഉണ്ടായിരിക്കും, കാരണം ഈ വലിപ്പത്തിലൊക്കെ ഷവൽ നോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രായം ഉണ്ടായിരിക്കും, അതിന് വർഷങ്ങളോളം പ്രായം ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഒരു വർഷമൊന്നുമല്ല, അതായത് ചെറുപ്പത്തിൽ തന്നെ ഇട്ട് ഈ വലുപ്പത്തിൽ കിട്ടുന്നത് നമുക്ക് വളർത്തി ഉണ്ടാക്കി വരണമെങ്കിൽ കുറേ കഷ്ടപ്പാട് തന്നെയാണ്. കാരണം അതിലുള്ള ലൈഫ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഈ ഒരു സൈസിലേക്ക് നമ്മളെ ഷവൽ നോസ് ഇപ്പോൾ ഇത് എത്തിയത്. ഇപ്പോൾ ഏകദേശം ഒരു രണ്ടും ആ ഒരു ഏകദേശം ആ സൈസ് തന്നെയാണ്. 3 അടീൻ്റെ അടുത്ത്, 3 അടീൻ്റെ മേലെ ഉണ്ടാവും ഇപ്പോൾ ഈ ഷവൽ നോസ്. നല്ല വീതിയും ഒക്കെ നീളമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഐറ്റം ഷവൽ നോസ് നമുക്ക് കിട്ടി. അപ്പോൾ വലിയ വലിയ ഫാമിൽ പോലും ഇത്രയും വലിയ ഷവൽ നോസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഷവൽ നോസ് അടിപൊളി സാധനം. അപ്പോൾ ഇതിപ്പോൾ ആൾക്കാരിപ്പോൾ വന്നു കഴിഞ്ഞാൽ വേഗം ചൂടപ്പം പോലെ അതിപ്പോൾ വിറ്റ് പോകും. അപ്പോൾ ഇവർ നമ്മളെ ആൻസേട്ടൻ്റെ അച്ഛനും അമ്മയും കേട്ടോ. പേര് പറഞ്ഞോളേ. മാത്യു. ആ എൽസി. അപ്പോൾ ഇവരും ഈ ഒരു മത്സ്യമേഖലയിൽ ഉണ്ട് കേട്ടോ. മറ്റേ ഏതാണെങ്കിലും ഒക്കെ ഒരു കൈ ഉണ്ട് ഇവരെ. അതുകൊണ്ടാണ് ഇത്രയും വിജയം നേരിട്ടുള്ളത്. ഇവർ ശരിക്കും റിട്ടയർഡ് ആയതാണോ ടീച്ചറായിട്ട്? ഹെഡ് മിസ്ട്രസ് ആയിരുന്നു എൽസി. അതെ. എൻ്റെ മാത്യു കിഴക്കേല്. രണ്ടുപേരും കൊടുത്ത് താമസിക്കുന്നു. റിട്ടയർഡ് പ്രിൻസിപ്പാളാണ്. അതെ. റിട്ടയർഡ് അച്ഛനാണ്. അപ്പോൾ മോന് നല്ല മോറൽ സപ്പോർട്ട് ഉണ്ടാവും. അതെന്തായാലും ഉണ്ടാവണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വിജയം കൈവരിക്കാനുള്ള ഒരു കാരണം. ഹാച്ചറിയുടെ തുടക്കം മുതൽ ഞങ്ങൾ അവരോടൊപ്പം ഉണ്ട്, ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോൾ ആ വലിയ ഡ്രമ്മിൽ ഇപ്പോൾ നമ്മൾ ആരാപ്പയ്മീനും 2 അലിഗേറ്റർ കാർണയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് വെള്ളമൊക്കെ ആകെ അഴുക്കായി പോയി. അപ്പോൾ വെള്ളം ക്ലീൻ ചെയ്യണം, എന്നാലേ നമുക്ക് ആ ആരാപ്പയ്മീനെ കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പുതിയ ഫ്രഷ് നാട്ടിൽ നിറച്ചിട്ട് നമുക്ക് അവരെ നോക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇനി അത് അടുത്തത് കിട്ടിയിട്ടുണ്ട്. എന്തിൻ്റെ പേര്? അബോബ. നമ്മളിതുവരെ അങ്ങനെ പെട്ടെന്ന് കാണാത്തൊരു ഫിഷാണ്. അപ്പോൾ അതും ഈ ഒരു പോണ്ടിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതും കിട്ടിയതൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ അതിന് പിടിക്കാൻ പോകണേ. ആ ഒന്ന് വലയെന്ന് കാണിക്കണം കേട്ടോ. അത് വലയെന്ന് കാണിക്കണേ. അപ്പോൾ എന്താ ആൻസേട്ടൻ എന്താ സംഭവം പറഞ്ഞത്? ആ അബാബ. ഓ ഈ സൈസ് ഏകദേശം ഒരു 4 അടിൻ്റെ വലിപ്പം ഉണ്ടാവില്ല. അപ്പോൾ അത് ഓ ഓ അതെ. ഓ ഷവൽ നോസിൻ്റെ അടുത്ത് എന്നാലും നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓ ഇച്ചിരി കൂട്ടി വെച്ചോ, കളവെള്ളം പോയി ഫുള്ള് വെച്ചോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും നമുക്കൊരു ഷവൽ നോസ് കിട്ടി. 3ാമത്തെ ഷവൽ നോസ്. അതിനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അതാണ് ഇപ്പോൾ ഈ വലിയ ഡ്രമ്മിലേക്ക് വീണ്ടും ഇറക്കുന്നത്. ആ ഇതും ഏകദേശം ആ വലിപ്പം തന്നെയാണ്. ഒരു 3 അടീൻ്റെ അടുത്ത് വലിപ്പമുള്ള ഷവൽ നോസ് തന്നെയാണ് ഇപ്പോൾ അത് നമുക്ക് കിട്ടിയത്. ആ ഷവൽ നോസ്, 3ാമത്തെ ഷവൽ നോസ്. പോരെ 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 മോനെ എടുത്തിട്ടോമോ? അവിടെ കൂട്ടിയെടുത്താൽ വോയിസ് വിട്ടെ. അപ്പം നമ്മൾ 3ാമത്തെ ഷവൽ നോസ്, അതേ വലുപ്പമുള്ള ഷവൽ നോസാണ് നമുക്ക് കിട്ടിയത്. ആ എടാ ഇങ്ങോട്ടോ. ഓ നമ്മളെ ബെഡ്റൂം നോക്കാം. 3 ഷവൽ നോസ് ഇപ്പം നമ്മളെ ഈ ഒരു ടാങ്കിലായി. 3ാമത്തെ ഷവൽ നോസ്. അപ്പോൾ ഏകദേശം ഒരു മോൺസ്റ്റർ ഫിഷിനൊക്കെ നമുക്ക് കിട്ടി. 3 ഷവൽ നോസിനെ കിട്ടി, പിന്നെ 2 അലിഗേറ്റർ കാറ്, പിന്നെ നമ്മളെ അരാപ്പൈമ. ഇപ്പോൾ ലാസ്റ്റിൽ നമ്മൾ പിടിക്കാൻ പോകുന്നത് കുറച്ച് തിലാപ്പികളുണ്ട്. അപ്പോൾ അതിനെയാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒക്കെ വലിയ വലിയ സൈസായത്, കളറുള്ളതും പിന്നെ ബ്ലാക്ക് കളർ ആയിട്ടുള്ളതും റെഡ് കളർ ആയിട്ടുള്ളതും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്ത് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അതിൽ എടുത്തിട്ടുള്ളത്
ഡാം ഗോൾഡ് എന്നാണ്. ഡാം ഗോൾഡ് നമ്മളെ ഗോൾഡ് കളറായിട്ട് ഒരു നമ്മൾ ഗോൾഡ് ഫിഷിൻ്റെ വേറെ ടൈപ്പ്. ഇത് ഡാമിലാണ് ഈ ഒരു ഫിഷ് മെയിനായിട്ട് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനത്തെ 2 പീസ് നമ്മളതിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെയും വേറെ ഇപ്പോൾ നമ്മൾ ഇതുവരെയും കാണാത്ത വെറൈറ്റി ഫിഷുകളും ഇതിലുണ്ട്. നമ്മളെ ഗൈൻ ഗൗരാമീൻ്റെ 1 അടീൻ്റെ 1.5 അടീൻ്റെ വലുപ്പമുള്ള ഗൈൻ ഗൗരാമി നമുക്ക് അതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിലുള്ളത് പാക്കു അങ്ങനത്തെ ആ ഫിഷും അതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്ക് എഡിബിൾ ഫിഷും ആണ്. എന്നാൽ പോലും നമുക്കത് ഓർണമെൻ്റലായിട്ടും ഇത് പല ഭാഗത്തും ഉപയോഗിക്കുന്നുണ്ട്. ബ്ലാക്ക് ഗൈൻ ഗൗരാമി ആണെങ്കിലും പിന്നെ വൈറ്റ് കളറുള്ള ഗൗരാമി ആണെങ്കിലും ഒക്കെ നമ്മൾ അക്കൂറത്തിലിട്ടാൽ തന്നെ കാണാൻ നല്ല രസമാണ്. കൊല്ലാൻ നമുക്ക് തോന്നില്ല. അപ്പോൾ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഈ വലിയ നാച്ചുറൽ പോണ്ടായതുകൊണ്ടാണ് ഇത്രയും വലിയ സൈസിലേക്ക് ഇത് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈ അരാപ്പായ്മ അപ്പോൾ ഇവിടെ കട്ടിതോ. അപ്പോൾ നമ്മൾ ഒരുവിധം ആ കുളത്തിലുള്ളതൊക്കെ നമ്മൾ കോരിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് അവിടെ ആ ചടിയിലൊക്കെ കുറച്ച് കുടുങ്ങി കിടക്കുന്ന കുറച്ച് നമ്മളെ തിലാപ്പികളും നട്ടറും ഒക്കെ ഉണ്ടല്ലോ കിടക്കുന്നത്, അതൊക്കെ ഇനി എടുക്കണം. പിന്നെ നമുക്ക് നമ്മളെ അരാപ്പായ്മ ഇപ്പം തന്നെ സെയിലായിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകുന്ന വീഡിയോടെ നമുക്ക് എടുക്കാം. എങ്ങനെയാണ് അരാപ്പായ്മ ഒരു ഫാമിലുള്ള അരാപ്പായ്മ എങ്ങനെയാണ് ഇവിടെ വേറെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക. കാരണം ഇത്രയും നമുക്ക് കവറിലാക്കി കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ചെറിയ മത്സ്യങ്ങളെ മാതിരി ഇത് നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ആ ഒരു വാനും ആ ഒരു ഡ്രമ്മൊക്കെ ആക്കി സെറ്റപ്പ് ആക്കിയിട്ട് അരാപ്പായ്മയ്ക്ക് യാതൊരു കുഴപ്പം കൂടാതെ വേറെ സ്ഥലത്തേക്ക് എത്തി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണി തന്നെയാണ്. അതുമാതിരി അലിഗേറ്റർ കാറും ആ ഈ വലുപ്പത്തേക്ക് 4 അടിൻ്റെ വലുപ്പമാണെങ്കിൽ അതും കൊണ്ടുപോകാൻ കുറച്ച് റിസ്ക്കാണ്. പക്ഷേ ഇപ്പോൾ അരാപ്പായ്മയാണ് ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ അതിൻ്റെ ടീം വരും ഒന്ന് കൊണ്ടുപോകാൻ. വലിയ വാനിൽ ഡ്രമ്മൊക്കെ ഇറക്കിയിട്ട് അതിലാണ് അതിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കൊണ്ടുപോകുന്നത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ 9:30 തുടങ്ങിയതാണ് ആ കുളം വറ്റിക്കൽ. അപ്പോൾ നമുക്ക് 1 മണി വരെ നമുക്ക് ആ മീൻ പിടിക്കാണ്ടായിരുന്നു. അപ്പോൾ ആ മീനുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തിലാപ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ മീൻ പൊള്ളിക്കുന്നു. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കി നോക്കാം. കുട്ടികളൊക്കെ ഒരെണ്ണം എടുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തിലാപ്പി മുള്ള് കുറവാണ്. പിന്നെ അതിൽ മാംസം കുറച്ച് അധികം ഉണ്ട്. എന്നാലും നല്ല എരിവും ഒക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ സ്റ്റൈല്. ടേസ്റ്റ് നല്ല ടേസ്റ്റ് അല്ലേ? അടിപൊളി ടേസ്റ്റ്. പുഴയിൽ നിന്ന് എടുത്തുന്ന വിഷം ഇല്ലാത്ത അമോണിയ കലരാത്ത നല്ല അടിപൊളി ഫിഷ് നമുക്ക് കിട്ടി. അത് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയാം. നല്ല അടിപൊളി. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറേ പോണ്ടിൽ നിന്ന് കോരിയ ഗൈൻ ഗൗരാമി ഒരുപാട് ഫിഷുകളുണ്ടല്ലോ, അതൊക്കെ ഇതേമാതിരി ചെറിയ ചെറിയ കവറുകളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ആദ്യം കാണിച്ച അക്വേറിയം ഷോപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഡിസ്പ്ലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ പെട്ടെന്ന് സെയിലായി പോകും. ഡിസ്പ്ലേക്ക് വെച്ചാൽ അതിൻ്റെ ഒരു ഭംഗി കാണുള്ളൂ. അപ്പോൾ അത് വലിയ 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 കവറിലേക്ക് ആക്കിയിട്ടാണ് ഇപ്പോൾ അത് കൊണ്ടുപോകുന്നത്. പിന്നെ അപ്പോൾ നമ്മൾ വലിയൊരു ഡ്രം ഉണ്ട്. ഇതിലാണ് നമ്മളെ അബാബ. നമ്മൾ വലിയ സൈസ് കിട്ടിയിട്ടില്ലേ? സാധാരണ ഈ വലുപ്പമുള്ള അബാബേനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ അത് ഏകദേശം 4 അടിൻ്റെ അടുത്ത് വലുപ്പമുള്ള അബാബേനും കിട്ടിയിട്ടുണ്ട്. അത് നമ്മളെ അക്വേറിയം ഷോപ്പിലേക്ക് കൊണ്ടുപോകണം. അതവിടെ ഗ്ലാസ്സിൽ ഇട്ടാലേ അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഡ്രം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് വലുതിൽ. ഇതിലേ കൊണ്ടാൻ പറ്റുള്ളൂ. ഇത് അതിന് വലിയ കവറൊക്കെ നടക്കണവരായിട്ടില്ല. ഈ വലുപ്പമുള്ള കവറിന് പോരാ. 4 അടി വലുപ്പമുള്ള സാധനം. അപ്പോൾ വലിയ ഇതേമാതിരി ഡ്രമ്മിൽ സെറ്റാക്കിയാലേ കൊണ്ടാൻ പറ്റുള്ളൂ. അലിഗേറ്റർ ആണെങ്കിലും അരാപ്പായ്മ ആണെങ്കിലും. ഇതിപ്പോൾ അക്വേറിയം ഷോപ്പിലേക്കാണ്. അരാപ്പായ്മ കൊണ്ടുപോകല്ല, ഇപ്പോൾ അബാമ്പേനാണ് നമ്മൾ എടുത്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ. നമ്മൾ ഇവിടുന്ന് ഷവൽ നോസിനെ കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ അക്വേറിയം ഷോപ്പിലേക്ക്. ഏകദേശം ഒരു 3 അടിൻ്റെ അടുത്തായ വലിയ ഷവൽ നോസിനാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അതിനിപ്പോൾ ഡ്രമ്മ് സെറ്റപ്പ് ആക്കിയാണ് വലിയ ഡ്രമ്മിൽ. അതിലാണ് ഇപ്പോൾ ഷവൽ നോസിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു മുതൽ ഐറ്റത്തിന് എടുത്ത് കൊണ്ടുപോവുകയാണ്. അത് നേരത്തെ കയ്യിൽ പോകുന്നല്ലോ. അത് ആ പരിക്ക് പറ്റാത്തതിന് എടുത്തോളി. അപ്പോൾ ആ വണ്ടിയിൽ നമ്മളെ ഷവൽ നോസിനെ കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പോൾ കൈനെ നോക്കാം. അതിന് വലിയ ഡ്രമ്മിലേക്കാണ്. അപ്പോൾ ഇതിലാണ് അബാബേനെയും നമ്മളെ ഷവൽ നോസിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ നിറച്ച് നല്ല ഫ്രഷ് വാട്ടർ. വെള്ളം മാറ്റണോ അതോ അല്ല ഇനി വേണ്ട അതാ കൂളായി പോരെ. അതാണ് സേഫ്. ഒരു കുഴപ്പമില്ലാതെ പീസൊക്കെ എടുത്താൽ നിൽക്കണം. അതെ.
അടുത്ത് നമ്മൾ ഈ അരാപ്പൈമ അലിഗേറ്റർ അതിലിട്ട അബാബേനാണ് എടുക്കുന്നത്. ഏകദേശം 4 അടി വലിപ്പമുള്ള അബാബേനാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. അപ്പോൾ നമ്മൾ ഈ ചാക്കിലേക്ക് ആക്കിയിട്ടാണ് പൈനെ നമ്മൾ കൊണ്ടുപോകുന്നത്. ഓ തലഭാഗം കയറി കഴിഞ്ഞാൽ അവന് ഈസി ആയിട്ടുണ്ട് പോയിക്കോളും. അപ്പോൾ ആ ചാക്കിലാക്കിയിട്ടാണ് ഇപ്പോൾ അതിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ കുറച്ച് ഡേഞ്ചർ സാധനമാണ് ആ മീൻ. അതാണ് നമ്മൾ ഇങ്ങനെ സേഫായിട്ട് കൊണ്ടുവരുന്നത്. നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ അബാബിങ് ഇതിലേക്ക് ചാടി. ഇതാണ് ഇപ്പോൾ ശരിക്കും നമ്മളതിനെ കാണുന്നത്. ഈ ഒരു വലിപ്പം ഏകദേശം 4 അടീൻ്റെ അടുത്ത് വലിപ്പമുണ്ട്. അതിൻ്റെ ടെയിൽ ലെങ്ത് നോക്കുമ്പോൾ ഏകദേശം 4 അടീൻ്റെ അടുത്ത് വലിപ്പമുണ്ട്. അപ്പോൾ അധികം നേരം നമുക്ക് ഇതിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ വേഗം നമുക്ക് അക്വേറിയം ഷോപ്പിലേക്ക് ഇതിനെ കൊണ്ടുപോകണം. കാരണം അബാബ കുറച്ച് ഒരു അറ്റാക്കിംഗ് മൈൻഡുള്ള കൂട്ടത്തിലാണ്. അതിൻ്റെ പല്ലാണ് മെയിൻ. അപ്പോൾ നമുക്ക് നേരെ അക്വേറിയം ഷോപ്പിൽ പോവാം. പിന്നെ ഉടക്കിയോ? എന്താ വലിപ്പം! നമ്മൾ അവിടെയുള്ള ആ ഒരു പോണ്ടിൽ നിന്ന് എടുത്ത അബാബ ഷവൽനോസിനെ നമ്മൾ ഇന്നലെ കണ്ട അക്വേറിയം ഷോപ്പിൽ കണ്ട ആ ഒരു വലിയ ആ ഒരു അക്വേറിയത്തിലാണ് ഇപ്പോൾ ഇടുന്നത്. അതിലിപ്പോൾ അലിഗേറ്റർ ഉണ്ട്, പിന്നെ സ്നേക്ക് ഹെഡ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ വലിയ ഐറ്റത്തിന് ഇടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഷവൽനോസിനായാലിപ്പോൾ ഇടുന്നത്. ഷവൽനോസിന് ഇട്ടപ്പോഴാണ് അതിൻ്റെ അടിവയറൊക്കെ നന്നായിട്ട് വീർത്തിരിക്കുന്നത്. കാരണം അത് ഫുഡ് എടുത്തുന്ന സമയം അതാണ് ഫുള്ള് സൈലൻ്റ് ആയിരുന്നതെന്ന്. അപ്പോൾ ഈ ഒരു കുഴപ്പം കൂടാതെ അക്വേറിയം ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവർക്ക് ഇവിടുന്ന് സെയിൽ ചെയ്യും. അടുത്തത് നമ്മൾ വീണ്ടും നമ്മളെ അബാബേൻ്റെ ശരിക്കുള്ള സൈസ് ഇനി കാണാം. അത് ഇപ്പോൾ അക്വേറിയത്തേക്ക് ഇട്ടതാണ്. ഓ നല്ല സൈസ് ഉണ്ടല്ലോ. ശരിക്കും 4 അടി. ആ ടെയിലൊക്കെ നോക്കുമ്പോൾ 4 അടിൻ്റെ അടുത്ത് ആ ഒരു സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഫിഗർ കാണുമ്പോൾ തന്നെ പേടിയാവും. അത്രയും നല്ലൊരു പവർഫുൾ ഒരു ഫിഷാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ അരാപ്പൈമനെയും 2 ഷവൽനോസിനെയും കൊണ്ടുപോകാൻ നമ്മളെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഫാമായ അറ്റ്ലാന്റിൽ നിന്ന് എത്തിയിട്ടോ. വലിയ വാനിലാണ് എത്തിയിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള വലിയ ടാങ്ക് ഇതിലാണ് ഇവർ സാധാരണ വലിയ വലിയ അരാപ്പൈമനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുന്ന് അരാപ്പൈമനെ എടുത്ത് കൊണ്ടുവന്ന് കാണാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, അറ്റ്ലാന്റ ഫാമിൽ നിന്ന് അരാപ്പൈമേനി 2 ഷവൽനോസിനെ കൊണ്ടുപോകാൻ വലിയ ടാങ്ക്. അതിലിപ്പോൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു പകുതിയോളം വെള്ളമായി കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് അരാപ്പൈമേനി ആ ഷവൽനോസിൽ ഇവിടുന്ന് കൊണ്ടുപോകണം. എടുത്തോ. അപ്പോൾ ഈ ടാങ്ക് വെച്ചിട്ടുള്ളത് ക്രോസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മളിന്ന് ഇവർക്ക് എക്സ്പീരിയൻസ് ആണ്. കാരണം അത് വെള്ളം തുളുമ്പാതിരിക്കാനും അങ്ങനെ കുറേ ടെക്നിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ടാങ്ക് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്താൽ നമുക്ക് ആ വലിയ അരാപ്പൈമനെ കൊണ്ടുവന്ന് കാണാം. അപ്പോൾ നമ്മൾ ആ ടാങ്കിൽ വെള്ളമൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ അരാപ്പൈമനെ നമ്മൾ ആദ്യം കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതാണ് ഇനി അറ്റ്ലാന്റ ഫാമിക്ക് എത്താൻ പോകുന്നത്. ഈ ഒരു അരാപ്പൈമ ഏകദേശം നല്ല സൈസായിട്ടുള്ള 4 അടിൻ്റെ മേലുള്ള ആ അരാപ്പൈമയാണ് കൊണ്ടുപോകാൻ പോകുന്നത്. ഒന്നും ചെയ്യില്ല. ടൈറ്റായി പിടിച്ചോളെ. അക്കിയുടെ ഫോട്ടോ എടുക്കണം കേട്ടോ. അക്കി ഇവിടെ മെയിനായിട്ട് പിടിക്കുന്നത്. നമ്മള് കയറ്റാന്നേ പെരുമ്പാമ്പിനെ പിടിച്ചിട്ടുള്ള ഇല്ലല്ല കേറിട്ടില്ല.
കാണത്തില്ല ഒന്നാമത്. അത് കയ്യിൽ നിന്ന് ഒതുക്കില്ല, അത് വഴുവഴുപ്പുള്ള സാധനമാണത്. അമ്മാവനായിട്ട് ഇണങ്ങി മാറ്റാ. വെള്ളം കളാം, വെള്ളം കളാം. ഒന്നുമില്ല. അപ്പം വെള്ള സ്ഥലത്ത് നമുക്ക് പിടിക്കാൻ പറ്റുമോ? ശരിയാ. മുണ്ടൊക്കെ പിന്നെയും മേടിക്കാം. അമ്മയ്ക്ക് പണി കൊടുത്തേക്കാന്ന് വിചാരിച്ചാ അല്ലല്ല, അടുത്ത കാറിന് കൊണ്ടോട്ടെ, ആ കാറിന് കൊണ്ടേക്കോട്ടെ. ഞാൻ പിടിച്ചോളാം. പിടിക്കരുത് പയ്യെ. കയ്യും എല്ലാവർക്കും പേടിയാ. എന്നാ പേടിക്കാനില്ല. അല്ല, ഡേഞ്ചറുള്ള കയറി പോയി അതിനകത്ത് കിടന്നാ ഇപ്പൊ കൊണ്ടുപോകാം. ഇതിന് ആ ചാക്കിലാവോ? അപ്പോൾ നമ്മൾ അല്ല ഞാൻ എടുത്തോളാം അജി ഒന്ന് എടുത്ത് കൊടുത്തത്. അപ്പോൾ നമ്മളെ അരാപ്പായവിനെ ഇതാ വലിയ ചാക്കിലാക്കി പൊതിഞ്ഞ് ഇളകാതെ നമ്മൾ അറ്റ്ലാഞ്ചത്തെ ചാക്ക് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ അരാപ്പായ്മ ഇതാ വലിയൊരു ടാങ്കിലേക്ക് എത്തി, അലിഗേറ്റർ കാറും എത്തി. ഇനി 2 ഷവൽ നോസും കൂടി ഇതിലിടാണ്ട് അല്ലേ? ഷവൽ നോസ് 2 ഷവൽ നോസിനും കൊണ്ടാണ്ട് ഇതിൽ. എത്ര ശക്തനെ തൂത്താ ഇണങ്ങും. അതെ, ചെറിയും പിടിച്ചോണ്ട് ഇണങ്ങൂല. കൊച്ചിനെ തോട്ടാ അവനൊന്ന് തലോടി ഇട്ടേ. അതെവിടെ തൊടണോളെ തൊടാ എത്തില്ല. തുടങ്ങി ഇങ്ങനെ തല കുത്താ. തൊടണോ? ഇങ്ങനെ കുത്തുക. ഇങ്ങനെ എല്ലാവരും കൊച്ചു പോയി തൊടും. തുടരണ്ടോ? ഇച്ചിപ്പൂവാ. ഇച്ചിപ്പൂനാണോ? കാണാല്ലേ, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോക്ക് എത്തി. അതെ, നമ്മൾ യാതൊരു കുഴപ്പം കൂടാതെ നമ്മളെ അരാപ്പായ്മയിൽ ഇതിക്ക് എത്തിച്ചു. അതെ, നല്ല സേഫായിട്ട് നമ്മളെ അരാപ്പായ്മ ഇതിക്ക് എത്തി. അപ്പോൾ ഇത് കൊണ്ടുപോകാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. ഇനി 2 ഷവൽ നോസ് കൂടി ഇതിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോയി. ഇതിൽ അതെ, ഇനി ഇത് കാണണമെങ്കിൽ അവിടെ പോകണം. അപ്പോൾ നമ്മളെ എല്ലാം ഇതിലേക്ക് സേഫായി. ഇനിയിപ്പോൾ ഗ്രീൻ നെറ്റ് വെച്ച് മൂടണം, അല്ലെങ്കിൽ ചാടിപ്പോവും. അപ്പോൾ നമ്മൾ അരാപ്പായ്മ പോയി, അലിഗേറ്റർ പോയി, അപ്പോൾ ഷവൽ നോസും പോയി. ഇനി ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലാന്റ ഫാമിൽ പോകണം. വണ്ടി കൊടുക്കാനുള്ള അപ്പൊ ഇനി പെരുമ്പാവൂർ ഓക്കെ എന്നാ. നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ സഹായിച്ചത് ടേമാണ് കേട്ടോ. പേരും പറഞ്ഞോ? റയാനാണ്. റയാൻ നമ്മളെ ഹാൻസേട്ടൻ്റെ ചേച്ചിയുടെ മോന്. ഇപ്പോൾ എത്ര ക്ലാസ്സിൽ പഠിക്കാൻ? നീ 9. അപ്പോൾ ഇവന് അനിയൻ കൂടി അവിടെയും പരിചയപ്പെടാം. ജൊഹേൽ. നീ എത്രയല്ല? 7. ഓക്കെ.
അപ്പോൾ നമ്മുടെ വീഡിയോയുടെ സമാപനത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഏകദേശം രാവിലെ 9:30 തുടങ്ങിയിട്ട് ഇപ്പോൾ 4:30 ആ ടൈമായി. അതുവരെ നമ്മൾ ഈ ഫാമിൽ. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ സഹായിച്ചവരൊക്കെ ഒന്ന് ആദ്യം പരിചയപ്പെടാം. അപ്പോൾ ഇവരൊക്കെ പറയും. നമ്മുടെ എല്ലാവരും ഗ്യാങ് ഒരു ടീമാണെന്ന് പറഞ്ഞത്. ഇതെല്ലാം ഏത് സമയത്തും ഈ ഫാമിന്റെ വർക്കുകൾ ഇവിടുന്നാണ്. കുറച്ച് ഫാമിലി ആൾക്കാരുണ്ട്. ഇത് ചെറുപ്പം തൊട്ടുള്ള സുഹൃത്തുക്കളാണ്. ഇവർ രണ്ടുപേരും പുറകിലുണ്ട്. ഇത് അമ്മാവൻ, രണ്ടാമത്തെ അമ്മാവൻ, പിന്നെ എല്ലാം ഫാമിലി മെമ്പേഴ്സ് ആണ്. ജേഴ്സി ഒരു 10-14 അടിച്ചു. ജേഴ്സി 14 അടിച്ചാലും കറക്റ്റായി. എന്തായാലും ഒരു ആഘോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുത്തത്. അത് നമ്മൾ ഏറ്റവും ഇന്ന് താരത്തിളക്കായ നമ്മുടെ അരാപ്പയ്മ അത് നമ്മൾ അറ്റ്ലാന്റ ഫാമിക്ക് കൊണ്ടുപോകും ചെയ്തു. പിന്നെ 2 അലിഗേറ്റർ കൊണ്ടുപോയി അല്ലേ? അപ്പോൾ നല്ല ഷവൽനോസ് അവർ കൊണ്ടുപോയി. ഷവൽനോസ് അത്ര സൈസ് നമ്മൾ എവിടെയും അടുത്ത് കണ്ടിട്ടില്ല അല്ലേ? അത്ര വലിയ. പിന്നെ അബാബ അതും വലിയ സൈസിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ എല്ലാം സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആണ് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.